എനിക്കൊന്ന് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയണേ ഭഗവാനെ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ 8 മണി വരെ കിടന്നുറങ്ങിക്കോളും. എന്നിട്ട് പരീക്ഷാ ദിവസം ഇങ്ങനെ എന്ന് പ്രാർത്ഥിക്കും. ഏട്ടൻ നോക്കിക്കോ, പരീക്ഷയ്ക്ക് എനിക്ക് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും കൃഷ്ണൻ കൊണ്ട് തരും. പിന്നെ കൃഷ്ണ പണി പരീക്ഷ എഴുത്തല്ലേ. അതുമല്ല, പുള്ളിക്കാരൻ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു എന്നാ മറ്റേ കക്ഷി പറഞ്ഞത്. ആര്? പുള്ളിയുടെ മമ്മി യശോദ. അച്ഛാ, ഇത് കേട്ടോ ഏട്ടൻ പറയണത്? ഞാൻ പരീക്ഷയ്ക്ക് തോക്കുമെന്ന്. തോൽക്കുന്നവൻ പറഞ്ഞില്ലല്ലോ. കൃഷ്ണൻ മാത്സിൽ വീക്കായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും ഏട്ടന്റെ സൈഡാ. ഐ എം സോറി. ചെല്ല്, എൻ്റെ മോള് ചെല്ല്. നിനക്ക് നന്നായി എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലസ് യു. ഓക്കെ? താങ്ക്സ് അച്ഛാ. സമയങ്ങളാതെ വേഗം വന്ന് കേറ്. അരമണിക്കൂർ നേരത്തെ എത്തി ആ പുസ്തകം ഒന്നുകൂടി മറിച്ചു നോക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. അമ്മ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പറയുന്നത് കേട്ടാത്തൊന്നും വലിയ പ്രൊഫസറായിട്ടിരിക്കുമെന്ന്. പഠിക്കാൻ പോവാതെ കണ്ട ഗിറ്റാറിന്റെയും വയലിന്റെയും ഒക്കെ കമ്പിയും ചരണം മുറുക്കി നടക്കുക. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിന്റെ പേനയുടെ തുമ്പിൽ വരും. ഞാനും ഒന്ന് പ്രാർത്ഥിച്ചത് മുഴുവൻ നിനക്ക് വേണ്ടിയാ. നന്നായി എഴുതുക. മുഴുവൻ മാർഗം നിനക്ക് കിട്ടും. ആഹാ, ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവുന്ന ആൾക്കാരും ഉണ്ടോ? ഇതെൻ്റെ അച്ഛൻ തന്ന സ്വത്താ. കാലം കുറേ ആയേ ഇവനെ ഉപയോഗിച്ച് പാടാൻ തുടങ്ങിയിട്ട്. ഇവനെ ഒന്ന് നന്നാക്കാൻ കൊടുക്കാമെന്ന് വെച്ചാൽ അന്നത്തെ കഞ്ഞൂടി മുട്ടും. എന്നാ ഈ പൈതൃക സ്വത്ത് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. തൊടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു സ്വരത്തിൻ്റെ കുറവ് കണ്ടുപിടിച്ച ആൾക്ക് ഇത് തൊടാം. ഇനി ഒന്ന് വായിച്ചു നോക്കി. ചേട്ടനാൾ കൊള്ളാലോ. അതിൻ്റെ ഇടയ്ക്ക് അതും ക്യാച്ച് ചെയ്തു. ജോലി ചെയ്യുന്നതിന് മുമ്പ് കൂലി ചോദിച്ചു വാങ്ങുന്ന ഇക്കാലത്ത് ഇങ്ങനെ ഒരാളോ? ഇന്നെനിക്ക് രണ്ടിലൊന്ന് അറിയണം. എന്റെ ഡയാനയുടെ വയലിൻ ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ? ഫോൺ ചെയ്താൽ ഇന്ന് വരാം നാളെ വരാന്ന് പറഞ്ഞ് ആളെ വട്ടം കറക്കുക. ഇവിടെ വന്നു നോക്കിയാലോ ഒരു പണിയില്ലാണ്ട് ഈച്ചയും പിടിച്ചിരിക്കുക. അല്ല, ഇവിടെ ഒന്നും വേറെ കടയില്ലാന്ന് വെച്ചുള്ള അഹങ്കാര. സർ, വെറുതെ ഒച്ച വെക്കല്ലേ. ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. പ്ലീസ് സിറ്റ് ഡൗൺ. പ്ലീസ് സിറ്റ് ഡൗൺ. അടങ്ങിയതാ. സാറിനൊരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ടോ? സർ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഇരിക്കെ പ്ലീസ്. കൊണ്ടവൻ്റെ ഒക്കെ വായി കിടക്കുന്നത് കേൾപ്പിക്കാനായിട്ട് ഒരു ഉത്തരവാദിത്വമില്ലാതെ എല്ലാ റാസ്കൽ കാരണം വരട്ടെ ഇങ്ങോട്ട്.
I am going to kill him. Idiot. ഏ? ഓ നോ 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 നോ. ഞാൻ അവനെയാ പറഞ്ഞത്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഇടിയെ? ആ, ആ, ആ. ഇതാ പറഞ്ഞത് ചെറുപ്പക്കാരെ ജോലിക്ക് വെക്കരുതെന്ന്. നേരം വെളുത്താ കുളിച്ച് കുറിയിട്ട് ഏതെങ്കിലും വിമൻസ് കോളേജിന്റെ മുമ്പിൽ ചെന്ന് പല്ലിടിച്ചോണ്ട് നിൽക്കും. എന്നിട്ട് സെൽഫോൺ എടുത്ത് കാതിൽ വെച്ച് പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം, സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞ് ഫോണിലുള്ള കാശ് തീരുന്നത് വരെ കുറുകിക്കൊണ്ടിരിക്കും. അതെ സർ, യു ആർ റൈറ്റ്, യു ആർ എല്ലാം കഴിഞ്ഞ് ജോലിക്ക് വൈകി എത്തി ഓരോരോ ന്യായങ്ങൾ നിരത്തും. 1 second സർ. എന്താടാ നീ വിചാരിച്ചത്? ഒരു പണിക്ക് വരുന്ന നേരമായത്? ചുമ്മാ. നീ കാരണം എന്റെ പേര് കൂടി ചീത്തയാവും അല്ലേ സർ? ആ, എന്താ സംശയം? ആ, എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു ഇയാളുടെ വീട്ടിൽ പോയി ആ വയലിനൊന്ന് സർവീസ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾ എത്ര പറഞ്ഞിട്ടെന്താ? അവന് വല്ല കൂസലുണ്ടോ നോക്കേ. ഇവൻ ശരിയാവുന്ന തോന്നണില്ല. നിങ്ങൾ വേറെ ആളയക്കണം മിസ്റ്റർ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? നിങ്ങളുടെ വയലിൻ ശരിയാക്കിയിട്ടുണ്ട്. ആ, ഡോക്ടേഴ്സ് കോളനിയിലും ഡയനോസറിനെ ഇത് വിടല്ലേ? ഡയനോസറോ? ഡയനോസർ അല്ലടോ, ഡയാന എന്റെ ഭാര്യയുടെ പേരാ. അങ്കിൾ, വയലിനൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ 800 രൂപയിൽ 600 രൂപ തന്നിട്ടുള്ളൂ. what? 200 rupees balance. ഞാൻ തരാം ബാലൻസ് ഞാൻ തരാം. ഒരു 45 രൂപയുടെ കുറവുണ്ട്. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. തടാ. പോ പോ പോ. ഒന്ന് മാറി. പിയാനോ. Original name? Rainbow. And your name? Piano. Place? America. And your place? Uganda. എനിക്കറിയാം അത് കള്ളാണെന്ന്. എനിക്കും. Can you switch on your camera? Sure, why not? നേരവും കാലവും ഒന്നുമില്ല നിനക്ക്. എപ്പോ നോക്കിയാലും ഈ കുന്തത്തിലാ. ഐ ഡോണ്ട് വാണ്ട് യു ടു ബി ലൈക്ക് യുവർ മോം. കമ്പ്യൂട്ടർ എന്നും പറഞ്ഞിരുന്ന് അവസാനം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കല്യാണം കഴിച്ച് എന്നെ തനിച്ചാക്കിയിട്ട് പോയി നിന്റെ അമ്മ. നീ ഇപ്പൊ ആ വഴിക്കാണോ? Grandma. അത് കുടിക്ക്. ആരത് വഴക്ക് പറഞ്ഞത്? ഓ, നീ അത് കേട്ടോ? വഴക്ക് പറഞ്ഞതല്ല, സങ്കടപ്പെട്ടതാ. അതെ, നമ്മുടെ കോമൺ ഇൻട്രസ്റ്റ് മ്യൂസിക് ആയതുകൊണ്ടാ മ്യൂസിക് ഗ്രൂപ്പിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടത്. ശരി, നമുക്ക് മ്യൂസിക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കാം. ചാറ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ലവിലേക്കും സെക്സിലേക്കും പോകുന്ന ഈ കാലത്ത് ഞാൻ വിശ്വസിക്കണോ? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും
സംഗീതമാണ് എൻ്റെ ജീവിതം. കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് നിന്നത് തന്നെ ഹാർമോണിയം പിടിച്ചായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് അത്രേ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് പിച്ച വയ്ക്കാൻ തുടങ്ങിയത്. കാഴ്ച കുറച്ച കാലം മുതൽ നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 7 നിറങ്ങൾ കണ്ടാണ് ഞാൻ എന്നിൽ 7 സ്വരങ്ങളും ഉറപ്പിച്ചത്. സോ നിനക്ക് പറ്റിയ പേര് തന്നെ, റെയിൻബോ. ടെൽ മീ അബൌട്ട് യുവർ ആംബിഷൻ. സ്വന്തമായി കമ്പോസ് ചെയ്തൊരു വലിയ മ്യൂസിക് കൺസേർട്ട്, അതാണ് എൻ്റെ ആഗ്രഹം. ഓ മൈ ഗുഡ്നസ്, വാട്ട് എ കോയിൻസിഡൻസ്. എന്താ? അല്ല, എൻ്റെ ഗ്രാൻഡ്പായും ഇതുപോലെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഓഹോ, നിന്റെ ഗ്രാൻഡ് പാ അത്ര വലിയ മ്യൂസിഷ്യനാ? എന്താ സംശയം? അദ്ദേഹത്തിന്റെ ഒരു കോമ്പസിഷൻ ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം, ഒന്ന് കേട്ട് നോക്ക്. ഓക്കെ. ഹേയ്, ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷേ ഇളയരാജയാണ് നിന്റെ ഗ്രാൻഡ് പേ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്താ എന്താ ഇത്രയ്ക്കൊരു സ്നേഹം? എന്തോ കാര്യം സാധിക്കാനുണ്ട് എന്റെ കുട്ടിക്ക്. അപ്പോഴേക്കും മനസ്സിലാക്കി ഗ്രാൻഡ്മാ. ഓ ഗ്രാൻഡ്മാ, യു ആർ റിയലി ഗ്രേറ്റ്. എന്റെ കുട്ടി, നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചെന്നേ ഉള്ളൂ. ഈ അമ്മമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും നിന്നെ മനസ്സിലാവുക? എന്നാ പിന്നെ മുഖവുരയില്ലാതെ ഞാൻ കാര്യം ഒന്ന് പറയാം. കുറെ കാലമായിട്ടുള്ള ഗ്രാൻഡ്മായുടെ ഒരു ആഗ്രഹം നടക്കാൻ പോവുക. ഗ്രാൻഡ്പായുടെ ഇൻകംപ്ലീറ്റ് ആയി കിടക്കുന്ന ആ നൊട്ടേഷൻസ് ഇല്ലേ, അത് ഞാൻ ഒരാളെ ഏൽപ്പിക്കാൻ പോവാ. നിന്റെ ആ ചാറ്റ് ഫ്രണ്ടിനാ? എന്താ കുട്ടി നീ പറയണത്? ഇതൊക്കെ വല്ലവരെ അങ്ങ് ഏൽപ്പിക്കേണ്ടതാ? അതിനാണോ ഇത്രയും കാലം ഞാൻ നിധി കാക്കണ പോലെ സൂക്ഷിച്ചത്? Don't you know its value? It's a treasure. I know grandma, I know, but he will do it. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. Please trust me grandma, please. ഈ നൊട്ടേഷൻസ് എവിടെ നിന്ന് കിട്ടിയത് എനിക്ക്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗ്രാൻഡ്പായുടെ നൊട്ടേഷൻസ് ആയത്. കള്ളം പറയണ്ട. ഈ നൊട്ടേഷൻസ് ഖരഹരപ്രിയ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കോമ്പോസിഷനാണ്. ഈ രാഗം കൂടുതലായും നേപ്പാളി സംഗീതജ്ഞരാണ് ഉപയോഗിച്ചിരുന്നത്. സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതർ ഒരിക്കൽ നേപ്പാളിലെ സത്യനാരായണ ക്ഷേത്രത്തിൽ പോകാനിടയായി. അവിടെ അദ്ദേഹത്തിന് സാരംഗി വായിച്ച് ഈ രാഗത്തിലുള്ള കീർത്തനങ്ങൾ ആലപിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു. അത് കേട്ട അദ്ദേഹം ശ്രീ സത്യനാരായണ പെരുമാളിനെ പ്രകീർത്തിച്ചുകൊണ്ടൊരു ഗാനം ആലപിച്ചു. പിൽക്കാലത്ത് ഇതേ പാട്ട് MS സുബ്ബലക്ഷ്മി, TK പട്ടമാൾ എന്നിവരൊക്കെ പാടിയിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. യു ആർ റൈറ്റ്. ഈ ഫോട്ടോയിൽ കാണുന്ന എന്റെ ഗ്രാൻഡ്പാ ബഹാദൂർ മഹേന്ദ്ര നേപ്പാൾ രാജസദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാനായിരുന്നു. ഒരു ഫ്യൂഷൻ ചെയ്യുക എന്നതായിരുന്നു ഗ്രാൻഡ്പായുടെ സ്വപ്നം. നേപ്പാൾ രാജകുടുംബത്തിലുണ്ടായ ഒരു കൂട്ടക്കൊലയിൽ ഗ്രാൻഡ്പായും സ്വപ്നങ്ങൾ ബാക്കി വെച്ച് യാത്രയായി. എൻ്റെ അമ്മയെ കൊണ്ട് ഗ്രാൻഡ്പായുടെ ആ സ്വപ്നം നിറവേറ്റാമെന്നായിരുന്നു ഗ്രാൻഡ്മ സ്വപ്നം കണ്ടത്. പക്ഷെ പിയാനോയുടെ കീകളിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ കീകളിലേക്ക് എൻ്റെ അമ്മ പോവുകയും ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ടായ എൻ്റെ അച്ഛനെ വിവാഹം ചെയ്ത് സ്റ്റേറ്റ്സിൽ താമസമാകുകയും ചെയ്തു. അവരുടെ സ്വസ്ഥ ജീവിതത്തിനോ തിരക്ക് മൂലമോ അത് ഗ്രാൻഡ്മയ്ക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതിയോ എന്തോ എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഗ്രാൻഡ്മയുടെ അടുത്തും. ആ അതിരിക്കട്ടെ, നിന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, ഒരു മ്യൂസിക് കൺസേർട്ട്. സംഗീതത്തിൽ ഇയാളുടെ നൈപുണ്യം എത്രയുണ്ടെന്ന് പറഞ്ഞില്ല. പഠിക്കുന്നുണ്ട്, അത്യാവശ്യം അറിയാം. പിയാനോ 7th ഗ്രേഡ് കഴിഞ്ഞു. എന്നാ മുത്തച്ഛൻ്റെ ആഗ്രഹം ചെറുമകൾക്ക് നടപ്പാക്കിക്കൂടെ? അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ നിന്നെക്കൊണ്ട് പറ്റും. നിനക്കതിനുള്ള ടാലൻ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഗ്രാൻഡ്പായുടെ നൊട്ടേഷൻസ് മുഴുവനും ഞാൻ നിനക്ക് സെൻഡ് ചെയ്യാം. പക്ഷേ ആ നോട്ട്സിൽ പല ഭാഗങ്ങളും മിസ്സായി പോയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു?
ഗ്രാൻഡ്പായുടെ മരണത്തിനിടയാക്കിയ ആ കൂട്ടക്കൊലയിൽ ഗ്രാൻഡ്പ മാത്രമല്ല ഞങ്ങൾക്ക് നഷ്ടമായത്. ഇതുപോലെ ഗ്രാൻഡ്പായുടെ പല വിലപ്പെട്ട കോമ്പോസിഷൻസും കൂടിയായിരുന്നു. സോ ഞാൻ അയക്കുന്ന ഈ നോട്ട്സുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അമൂല്യ നിധിയാണ്. ഇത് നിന്നെ വിശ്വസിച്ചേൽപ്പിക്കുന്നു. നിന്നെപ്പോലെ സംഗീതത്തിൽ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അതൊരിക്കലും മിസ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. തീർച്ചയായും ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു. സോറി, ഒരു കോള് വരുന്നുണ്ട്. ഐ ക്യാച്ച് യു ലേറ്റർ. ഓക്കെ, ബൈ. ഹലോ അമർ. അതെ, ഇന്നോ? നോ ചാൻസ്. മോർണിംഗ് ക്ലാസ് ഉണ്ട്. ഐ മേക്ക് ഇറ്റ് ഇൻ ദ ഈവനിങ്. ഞാൻ സ്റ്റുഡിയോയിലെത്താം. ഹു ഈസ് ഓൺ ദ ലൈൻ ബേബി? ആ, വേറെ ആരാ? അർഫ സമർ. ഓ, നാളെ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ഉണ്ട് അത്രേ. പുതിയ ആൽബം. പ്രണയമഴ, പ്രണയനില, മൊഞ്ചത്തിപ്പെണ്ണ്, മൈലാഞ്ചിപ്പെണ്ണ്, അങ്ങനെ ഏതെങ്കിലും ആവോ ഇത്തവണയും. അടുത്ത തന്നെ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ കരാറായിട്ടുണ്ട്. അവസരം തരാം എന്നൊക്കെയാ പറയുന്നത്. അയാളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അടുത്തിറങ്ങിയ 2-3 ഹിറ്റ് ആൽബങ്ങൾ അയാളുടേതല്ലേ. മാത്രമല്ല സിനിമയിൽ 2-3 പാട്ടുകൾ പാടിയിട്ടുണ്ട്. 1-2 പാട്ടല്ലേ പാടിയിട്ടുള്ളൂ ഗ്രാൻഡ്മ. 1000 പാട്ട് പാടിയ ഹരിഹരനാന്നാ ഭാവം. ഒരു നാഴികയ്ക്ക് പാട്ട് പാടി നടക്കേണ്ടവൻ്റെ അസിസ്റ്റൻ്റായി പോയല്ലോ. നമ്മുടെ തലവിധി നല്ലത് എന്താ പറയാ. തബല പ്ലീസ്. സൂപ്പർ സാറേ, ഈ വർഷത്തെ എവർഗ്രീൻ ഹിറ്റ് ആകുമെന്ന് ഉറപ്പാ. താങ്ക് യു, താങ്ക് യു. ദേ കിടക്കണം ഇങ്ങനെ കുറെ റാൻമൂളികളും. എന്താ സാർ, ട്യൂൺ കേട്ട് തരിച്ചിരുന്നു പോയോ? സത്യത്തിൽ സാറ് ഭാഗ്യവാനാ. ഇതൊക്കെ ഒരു മൂഡിലിങ് വരുന്നതാ. ആ, എപ്പോഴും കിട്ടണമെന്നില്ല. എല്ലാം സാറിന്റെ സമയം. അല്ല എന്താ പറയാ അല്ലേ? അതെ അതെ. ഒന്നുകൂടെ പാട്ടാ വേണ്ട. மேடம் வணக்கம், நான் ஊட்டில இருந்து டைரக்டர் கணேஷ் பேசுறேன். சொல்லுங்க சார், என்ன பாட்டு வேணும்? எனக்கு இந்த முள்ளும் மலரும் படத்துல இருந்து செந்தாளம் பூவே பாட்ட போட முடியுங்களா? என்னுடைய ஃப்ரெண்ட் ஃபேமஸ் மியூசிக் டைரக்டர் இசையருவி அர்பா சமருக்கு டெடிகேட் பண்ணுங்க. ஓகே, थैंक यू சார். உங்கள் இசையருவி அர்பா சமருக்காக இதோ நீங்கள் கேட்ட பாடல் முள்ளும் மலரும் திரைப்படத்திலிருந்து செந்தாழம் பூவே எனும் பாடல். செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. അതേ ട്യൂൺ. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? അമരെ ഓവറാക്കി കോളാക്കല്ലേ. ഇത് 30 കൊല്ലം മുമ്പ് ഇളയരാജ സാറിട്ട ട്യൂണാ. ഓ ഐ സീ, വാട്ട് എ കോയിൻസിഡൻസ്. ഇതെല്ലാം സഹജമപ്പ. ആ, ഹലോ അമർ. എടാ മനു, നാളെ വോയിസ് മിക്സിംഗ് ഉണ്ട്. അപ്പോൾ കമ്പോസിങ് ഇന്ന് തീരണം. ലേറ്റ് ആവരുത്. ദേ മനു, ചതിക്കല്ലേ. ഞാൻ നിന്നെ വിശ്വസിച്ചായിരിക്കുന്നേ. ഓക്കെ, ഞാൻ എത്താം. ആ ശരി. അർഫ സമറ, ഇന്ന് കമ്പോസിംഗ് ഉണ്ട്. അപ്പൊ നീ പോയേ ഒക്കൂ. എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. മറ്റുള്ളവന്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവൻ തന്റെ കാര്യത്തിന് കൊള്ളാത്തവനായിരിക്കും. ഇടോ, ജീവിതമായാലും സംഗീതമായാലും അവനവനൊരു നിലപാട് വേണം. കണ്ണിക്കണ്ട കള്ള നാണയങ്ങൾക്ക്
തനിക്ക് വിലയിടാൻ നിന്നു കൊടുക്കരുത്. നിന്നു കൊടുത്താൽ പിന്നെ ചത്ത പാറ്റയെ പൊതിയുന്ന ഉറുമ്പ് കൂട്ടം കണക്കെ വരും നിന്നെ ഓഹരി വെച്ച് പല മാളങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ഇങ്ങനൊരു കലാകാരൻ ജീവിച്ചിരുന്നതിന് പോലും തെളിവ് കാണില്ല. അല്ല അങ്കിൾ, അത് ഞാൻ പാതി ചെയ്തു വെച്ചൊരു വർക്ക് മുഴുവിപ്പിക്കാതെ. ആ മിസ്റ്റർ അമർ, സമയം കുറെ ആയല്ലോ. തുടങ്ങേ നിങ്ങളല്ലേ മ്യൂസിക് ഡയറക്ടർ, എന്തിനു മറ്റുള്ളവരെ കാത്തു നിൽക്കണം? വോയിസ് എടുക്കാനല്ലേ ഉള്ളൂ. നോ, വോയിസ് എടുക്കാനാണെങ്കിൽ അവനില്ല, ഞാൻ ചെയ്യില്ല. യുനോ ദാറ്റ്സ് മൈ പോളിസി. മണ്ണാങ്കട്ടം ഇവനെന്തെങ്കിലും അറിഞ്ഞാലല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. മനുള്ളതുകൊണ്ട് ഇവന് കിടന്ന ആളാ. നൈല, കവർ ഡിസൈൻ വന്നിട്ടുണ്ട്, നന്നായിട്ടില്ലേ? മഴയായി അവഗണനയും പുച്ഛവും. വന്നാ നോക്കിയായിരുന്നോടാ? നോക്കിയിരുന്നു. സമയം മെനക്കെടുത്തന്നെ ലേറ്റായി വന്നിട്ട് ഒരു സോറി പോലും പറയില്ല. ഓക്കെ അല്ലേ? ഓക്കെ. പല്ലവി കഴിഞ്ഞാൽ ചരണം. ഒരു മോണിറ്റർ നോക്കാം. ഐ സീ നൈല. നൈല ഒരു ട്രയൽ പോവാം. ഓക്കെ. റെഡി? 1 2 3 4. സെക്കൻഡ് മാഡം. എടാ ശ്രുതി കുറച്ച് പോയി. മാഡം, ശ്രുതി ഒരു അല്പം ഔട്ടാണ്. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പാടാമോ? വാട്ട്? അത് പറയാൻ ഇയാൾ ആരാ? സീ മിസ്റ്റർ അമർ, നിങ്ങളല്ലേ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ? ഇയാൾ ആരാ എന്നോട് ഇത് പറയാൻ? സ്റ്റുഡിയോയുടെ ഓരം പറ്റി നിൽക്കുന്നവരൊക്കെ എന്നെ പഠിപ്പിക്കാൻ? ശ്രുതി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായ നിങ്ങളായിരുന്നു എന്നെ തിരുത്തേണ്ടത്. ഞാൻ പോകുന്നു. അവൻ അങ്ങനെ വിചാരിച്ചല്ല പറഞ്ഞത്. സോറി മിസ്റ്റർ അമർ, ആദ്യം നിങ്ങൾ ആരെ മ്യൂസിക് ഡയറക്ടർ എന്ന് തീരുമാനിക്കുക, എന്നിട്ട് ഞാൻ വന്ന് പാടാം. എടാ, അത് ഞാൻ മനഃപൂർവ്വമല്ല. അങ്ങനെ സംഭവിച്ചതിൽ നീ വലിയ പുലിയാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ കിട്ടിയ അവസരം നീ മോലാക്കി. എടാ, നീ എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു.